ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം സ്കൂൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇതാ ദേവൂട്ടീനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടുണ്ട്. നന്ദു നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതാ രാത്രി ചൂടായതുകൊണ്ട് ബനിയൻ ഊരിയിട്ടിട്ടാണ് കിടന്നിന്. അപ്പോൾ ഞാൻ എണീറ്റ പാട് വേഗം ഡ്രസ്സ് ഇട്ട് കൊടുക്കുവാണ്. ഇനി വേണം പല്ല് തേച്ച് കുളിച്ച് ഒന്ന് റെഡിയായി പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് തലേ ദിവസമല്ല, കുറച്ച് ദിവസം മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു ദേവുവിൻ്റെ കാര്യം ഓർത്തിട്ട്. ദേവു ഒന്ന് എണീറ്റ് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് പല്ല് തേച്ചും കുളിച്ചും കിട്ടണമെങ്കിൽ അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് കേട്ടോ. പല്ല് തേക്കാൻ വിളിച്ചാൽ വരില്ല, കുളിപ്പിക്കാൻ വിളിച്ചാൽ വരില്ല, പിന്നെ ഒന്ന് ചായ കുടിക്കാൻ വിളിച്ചാൽ വരില്ല. അതിനെല്ലാം ദൈവത്തിക്ക് ഭയങ്കര സമയം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ 1-ാം ക്ലാസ്സിലേക്കല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുമോ സ്വഭാവം എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നെന്തായാലും ഫസ്റ്റ് ഡേ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ദേവൂട്ടി വിളിച്ചപാട് എണീച്ചിട്ടുണ്ട്. അപ്പോൾ മുടി എങ്ങനെയാണ് കെട്ടേണ്ടത് എന്നല്ലാന്ന് ദേവൂട്ടി എന്നോട് പറഞ്ഞിരുന്നത്. 2 ഭാഗത്ത് കൊമ്പ് കെട്ടിത്തരണം. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാം ഓളെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിന്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കരയിപ്പിക്കണ്ടല്ലോ. അങ്ങനെ രാവിലെ എണീപ്പിച്ചിട്ട് ഞാൻ പരമാവധി സോപ്പ് ഇടുന്നുണ്ട്. ദേവൂട്ടീനെ ഞാൻ എന്തെല്ലോ പറഞ്ഞ് സോപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഇതാ ബാക്കിൽ 2 ബാഗും തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ രാത്രിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാഗ് എടുത്തതാന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കൊടുക്കുവാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ബാഗാണ്. ദേവുട്ടിക്ക് സ്കൂളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ബാഗ് കിട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ബാഗ് വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബാഗ് തൽക്കാലം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലിതാ പുതിയ പൗച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം വെച്ചത് ദേവുട്ടിക്ക് കാണിച്ചു കൊടുക്കുവാനേ. അങ്ങനെ രാവിലെ ഓരോന്ന് നല്ല മൂഡിലേക്ക് നമുക്ക് കൊണ്ടുവരണമല്ലോ. നല്ല പ്രവേശനോത്സവമല്ലേ, നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ ദേവൂട്ടീനെ ഹാപ്പി ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നന്ദു എണീറ്റ് ഓളതായ കാര്യങ്ങളെല്ലാം ഓൾ ചെയ്യുന്നുണ്ട്. ഓളെക്കുറിച്ച് പിന്നെ എനിക്ക് ടെൻഷനൊന്നുമില്ല. ചെറുതിലെ എനിക്കൊന്ന് ദേവൂട്ടീനെക്കാട്ടിയും ചെറുതിലെ LKG ചേർത്ത സമയത്തെ നന്ദു സ്വന്തമായിട്ട് നന്ദുവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിന്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ദേവൂട്ടിക്ക്. രണ്ടും 2 തരത്തിലാണ് കേട്ടോ. അപ്പോൾ നന്ദു ഇതാ അതിൻ്റെ ഇടയിൽ ബാത്റൂമിലെല്ലാം പോയിട്ട് പിന്നെ വന്നിട്ടുണ്ട്. 2 മാസമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നതല്ലേ, ലേറ്റായിട്ടാണ് എണീക്കൽ. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എണീപ്പിച്ചതുകൊണ്ടുള്ള പ്രശ്നം 2ആൾക്കും ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇതുപോലെ എണീക്കണമല്ലോ. അപ്പോൾ നന്ദുവിൻ്റെയും ബാഗ് ഞാൻ എടുത്ത് കൊടുക്കുമെന്ന്. അതിൻ്റെ അകത്തും ബോക്സും കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാൻ ഞാൻ അവളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം ഇനി നിങ്ങൾ പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറി. അച്ഛനും മക്കൾക്കും ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി കൊടുക്കണ്ടേ. പിന്നെ ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് എനിക്ക് ഇവരെ കൂടെ സ്കൂളിലേക്കും പോകണം. ദേവൂട്ടി 1-ലല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പണിയെല്ലാം ഒരുക്കി ചായയെല്ലാം കുടിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ കമ്മലിട്ടിട്ട് എൻ്റെ മുഖം എന്തോ പോലെ ഉണ്ടല്ലോ. ഇതെനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ കമ്മലാണ്. അപ്പം ഞാനത് ഇതുവരെ ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകുമ്പം ആ കമ്മലിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് മക്കൾ 2 റെഡി ആയിട്ട് മടപ്പുരക്കിൽ പോയിട്ട് തൊഴുതിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. 10 മണിക്കാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത്, പ്രവേശനോത്സവം. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂളിൽ എത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതുക്കെയാണ് കേട്ടോ പോകുന്നത്. ഏകദേശം ഒരു 9:30 ആവാനാകുമ്പോഴാണ് നമ്മൾ പോകുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോയി പിന്നെ അവിടുന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ എന്തായാലും എൻ്റെ ദേവൂട്ടി ഇത് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. എന്തോ ഇന്ന് ഫ്രോക്കെല്ലാം ഇട്ടിട്ടുണ്ട്. സാധാരണ ഉള്ള സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ടീഷർട്ട് പാൻറ്റ് അങ്ങനത്തെ ഡ്രസ്സല്ലേ ഇടൂലൂ. ഇന്നെന്തോ ഫ്രോക്കെല്ലാം ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ചെറീൻ്റെ ഒരു മരമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ചെറിയെല്ലാം പറിച്ച് തിന്നിട്ടാണ് പോകുന്നത്. കണ്ട ചെറി, നമ്മൾ ചെറിയെന്നാണ് പറയുക, പക്ഷേ ഇനി വേറെ എന്തോ പേര് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പഴുത്തതും പച്ചയെല്ലാം ഉണ്ടായിനെ. അപ്പോൾ ആ പഴുത്തതിന് എന്തോ ഒരു ചെറിയൊരു കേടുണ്ട്. അതുകൊണ്ട് ദേവൂട്ടി അത് കളഞ്ഞു. അങ്ങനെ ഞാനും ദേവൂട്ടിയും ചെറിയും തിന്നുകൊണ്ട് നടന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ട ദേവൂട്ടി ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമെല്ലാം ദേവൂട്ടിക്ക് കുറച്ച് മൂഡ് ഓഫ് എല്ലാം ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടെ വലുതായില്ലേ, അതിൻ്റെ മാറ്റം എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നന്ദു ആണെങ്കിൽ ഇതാ മുന്നിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോൾ സ്കൂളിൽ ഇതാ ഫുള്ള് അലങ്കരിച്ചിട്ടെല്ലാം ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഇരിക്കൂർ ഉപജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത് നമ്മളെ ചുഴലി സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മളെ MLA സജി ജോസഫ് സാറാണ്. അപ്പോൾ പരിപാടിക്കായിട്ട് ഇതാ എല്ലാവരും സ്റ്റേജിലെത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ദേവൂട്ടീനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ മുകളിലേക്ക് പോയിക്കോ, ഞങ്ങൾ മക്കളെയും കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ദേവൂട്ടീനെ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് വരുമ്പം ചെറിയൊരു വിഷമം ദേവൂട്ടിക്ക് ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ എനിക്കും ടെൻഷൻ ഉണ്ടായിനെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് എൻ്റെ മോള് ഹാപ്പി ആയിട്ട് ഏറ്റവും മുന്നിൽ ബലൂണും പിടിച്ചിട്ട് വരുന്നത് എൻ്റെ മോളായിരുന്നു കേട്ടോ. അത് കണ്ടേരം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ആള് നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവർ പോയി അവിടെ ഫ്രണ്ടിലിരുന്നു. കുഞ്ഞു കുട്ടികളെല്ലാം അവിടെ കൊണ്ടിരുത്തി. 1-ാം ക്ലാസ്സിലെയും LKG യിലെയും UKG യിലെയും കുട്ടികളെല്ലാം ഫ്രണ്ടിൽ തന്നെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗസ്റ്റിനായിട്ടില്ലേ വെയിറ്റിങ്ങിലായിരുന്നു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയിലേ കാണാൻ, കുഞ്ഞുമക്കളെല്ലാം കളർ ഡ്രസ്സ് ഇട്ട് അതുപോലെ ബലൂണെല്ലാം പിടിച്ചിട്ട് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പരിപാടിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ്. നന്ദു അതിൻ്റെ ഇടയ്ക്ക് ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പൊതുവേ പണ്ടെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1-ാം ക്ലാസ്സിൽ ഇതുപോലെ പ്രവേശനോത്സവം കാണുമ്പം കൂടുതലും കരച്ചിലായിരിക്കും അല്ലേ കാണേണ്ടി വരിക. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ കരച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ഇഷ്ടമാണ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നമ്മൾ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ LKG യിലേക്കെല്ലാം കൊണ്ടാക്കുമ്പം ഇത് ചിലപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ കൂടിയുള്ളത് കൊണ്ടാണോ മക്കൾ കരയാത്തതെന്ന് പറയാൻ കഴിയില്ല. 2-ാമത്തെ ദിവസം എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അടുത്ത ദിവസം സ്കൂളിലാക്കിയിട്ട് രക്ഷിതാക്കൾ തിരിച്ച് പോകുമ്പോഴായിരിക്കും ചിലപ്പം എല്ലാവരും കരയാനെല്ലാം തുടങ്ങുക. പക്ഷേ ദേവൂട്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ദേവൂട്ടിനെ ഞാൻ നന്ദുവിൻ്റെ കൂടെയാണ് സ്കൂളിലേക്ക് വിടുക. പിന്നെ 2 കൊല്ലം ആ സ്കൂളിൽ തന്നെയാണല്ലോ ദേവൂട്ടി പോയത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെ ഗസ്റ്റെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നെ നമ്മളെ പരിപാടിയിലേക്ക് കടക്കുവാണ്. ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റും എത്തിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടന പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ നമ്മളെ കുഞ്ഞുമക്കളെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർക്കില്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും എന്താണ് ബാഗെല്ലാം കൊടുത്തു. പിന്നെ അതിന് ശേഷം ഇത് LKG കുട്ടികൾക്ക് അവർക്കും ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇത് ദേവൂട്ടിക്കും ബാഗെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബാഗെല്ലാം വാങ്ങിയിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ദേവൂട്ടി ഇരുന്ന സീറ്റിന് നേരെ മുന്നിൽ ദേവൂട്ടിയുടെ ഫോട്ടോ വെച്ചൊരു ഇതേപോലെയുള്ളൊരു ചിത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് ദേവൂട്ടിക്ക് കിട്ടിയ ബാഗ്, കൊട, പുസ്തകം, സ്ലേറ്റ്, അതിന് വേണ്ട പെൻസിൽ, റബ്ബർ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അതിന്. അങ്ങനെ എല്ലാവരും എല്ലാം എടുത്തിട്ട് ക്ലാസ്സിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ക്ലാസ്സിലേക്ക് HM നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് കിട്ടിയ കുടയെല്ലാം എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കിയവരാ. എന്നിട്ട് ഇതാ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല കളർഫുൾ കുടകൾ. മക്കളെല്ലാവരും കളർ ഡ്രസ്സിലും ആയാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തിട്ട് പിന്നെ തിരിച്ചവരെ ക്ലാസ്സിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മക്കൾക്കും പായസം കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പായസവും കുടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. പായസം കുടിച്ച് നമ്മളും പായസം കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. എന്തായാലും പ്രവേശനോത്സവം നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെല്ലാം ഇനി ഹാപ്പി ആയിട്ട് നാളെ മുതൽ ക്ലാസ്സിലിരുന്ന് പഠിക്കട്ടെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക.